ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരുടെ കൂടെ എന്നും ഭഗവാനുണ്ടാവും. ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സാമീപ്യം പല വിഷമഘട്ടങ്ങളിലും ഭഗവാനെ ആദരിക്കുന്നവർക്ക് ലഭിക്കാറുണ്ട്. നിത്യവും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന വീടുകളിൽ, അതുപോലെ തന്നെ ഭഗവാന്റെ പൂജകളൊക്കെ നടത്തുന്ന വീടുകളിൽ ചില മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഭഗവാന്റെ ഒരു അനുഗ്രഹം നേരിട്ട് കിട്ടുക എന്നുള്ളത് വളരെ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഗുരുവായൂരപ്പന് ഈ ഒരു ഒറ്റ വഴിപാട് ചെയ്താൽ നമ്മുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹവും സാധിച്ചു തരും എന്നാണ് കേട്ടോ. എന്താണ് വഴിപാടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഉടനടി നിറവേറ്റി തരുന്നത് ഭഗവാനാണല്ലേ, ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ വിശ്വാസത്തോടു കൂടി ഈ ഒരു പൂവ് സമർപ്പിച്ചാൽ പോലും ഉടനടി ഫലം നമുക്ക് ലഭിക്കും. പക്ഷേ ഒരാൾ ചുമ്മാ ഒരു പൂവ് വെച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ യാതൊരുവിധ മറ്റുള്ളവരോടൊരു ദേഷ്യമോ ഒരു കാര്യങ്ങളും ഇല്ലാതെ നല്ല മനസ്സോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. ഉടനടി ഫലം നമുക്ക് ലഭിക്കും. എങ്കിലും നമ്മുടെ മനസ്സിലുള്ള വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കുറേ നാളായിട്ട് നടക്കാത്ത കുറേ ആഗ്രഹങ്ങളും ഉണ്ടാവും. ജീവിതത്തിൽ അത് നടക്കുമോ എന്നത് എനിക്ക് സംശയമാണെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരും കുറേ പേരുണ്ടാവും. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഒരു വഴിപാട് നിങ്ങൾ ഭഗവാന് സമർപ്പിക്കണം കേട്ടോ. ഇത് ഗുരുവായൂരപ്പന് പ്രാർത്ഥിച്ച് സമർപ്പിക്കേണ്ട ഒരു വഴിപാടാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിപാട് ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അത് നിറവേറ്റി കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ജീവിതത്തിൽ നമ്മളെല്ലാവരും എത്ര തവണയെങ്കിലും പോയിട്ടുണ്ടാവില്ലേ, പിന്നെയും വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഒരു കൃഷ്ണഭക്തനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം എന്നുള്ളതെന്ന് നന്നായിട്ട് അറിയാം അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഗുരുവായൂരപ്പനെ കുഞ്ഞുണ്ണിക്കണ്ണനായിട്ടാണ് കാണുന്നത്. നമ്മുടെ വീട്ടിലെ കുഞ്ഞു വാവയായിട്ടും കുഞ്ഞിക്കണ്ണനായിട്ടൊക്കെ കരുതുന്നത്. ഒറ്റ തവണ ഗുരുവായൂർ ക്ഷേത്രം ദർശനം നടത്തുവാനുള്ള ഒരു സാഹചര്യം വരുന്നുവെങ്കിൽ തീർച്ചയായും ഒഴിവാക്കാതെ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം, അത് എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ, അതും ചെറിയ ആഗ്രഹം ആയിക്കോട്ടെ, എന്നാലും എന്തായാലും കുഴപ്പമില്ല, അത് എന്തിനെ സംബന്ധിച്ചോളം ആഗ്രഹമായാലും അത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് ഈ വരുന്ന ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം, അതും അല്ലെങ്കിൽ ഏകാദശി ദിവസം നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശനം നടത്തുക. രാവിലെയാണ് പോകേണ്ടത്, അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ചെന്നിട്ട് ഒരു നെയ്ദീപവും വഴിപാടായിട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ തുളസിയില വാങ്ങി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുക, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാനോട് സമർപ്പിക്കുക. ഇങ്ങനെ പ്രാർത്ഥനകൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഭഗവാനോട് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് ഭഗവാൻ നിറവേറ്റി തരണമേ എന്ന്, ന്യായമായ ആഗ്രഹമാണ്, ഭഗവാനെ അങ്ങ് ഇല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നുള്ള രീതിയിൽ അങ്ങയോട് ഞാൻ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞു എന്ന് ഭഗവാനും എനിക്ക് നടത്തി തരണമെന്നും ഒക്കെ പറഞ്ഞ് മനം മുരുകി തന്നെ പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ തിരികെ വീട്ടിലേക്ക് വരിക. തിരികെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച ദിവസം മുതൽ 11 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അത് എന്ത് ആഗ്രഹങ്ങളായിക്കോട്ടെ, ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ആയിക്കോട്ടെ, അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കാം, അത് എന്തെങ്കിലും ഭഗവാൻ അത് നിറവേറ്റി തന്നിരിക്കും. ചിലർക്ക് അത് വൈകിയാണെങ്കിലും അത് വിചാരിച്ച കാര്യം ഭഗവാൻ നടത്തി തന്നിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റി കിട്ടിയ ഉടൻ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ചേർന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക. ഗുരുവായൂർ ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞ് രാവിലെ നമ്മൾ പോയിട്ട് കാര്യമില്ല. വൈകുന്നേരം പോയി തൊഴുതിന് ശേഷം അവിടെ കുറച്ച് നേരം അവിടുത്തെ പൂജകളെല്ലാം തൊഴുതിന് ശേഷം അവിടെ എവിടെയെങ്കിലും നിന്നതിന് ശേഷം അതിരാവിലെ, അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ നിർമ്മാല്യ ദർശനം സാധിക്കുമെങ്കിൽ ചെയ്യാൻ നോക്കുക. അത് നല്ല പുണ്യകരമായിട്ടുള്ള കാര്യമാണ് നിർമ്മാല്യ ദർശനം കാണുക എന്നുള്ളത്. പറ്റാത്തവർ അതിനുശേഷം വരുന്ന പൂജകളിൽ ഏർപ്പെട്ട് പ്രാർത്ഥിച്ച് ദർശനമൊക്കെ നടത്തി തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് വരാവുന്നതാണ്. അതിന് മുന്നേ തന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് വഴിപാടുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ വഴിപാട് എന്തെന്നാൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് വനമാല. തെച്ചി, താമര, തുളസി എന്നിവ ഒരുമിച്ച് ചേർത്ത് കെട്ടുന്ന മാലയാണ് വനമാല. പക്ഷെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ചെന്ന് വനമാല എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഉണ്ടമാല, എന്നാൽ ഭഗവാനെ ചേർത്താനുള്ള മാല എന്നൊക്കെ ചോദിച്ച് മേടിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണോ ആദ്യം നമ്മൾ ആ ഒരു വഴിപാട് നേർന്നത്, ആ വഴിപാടാണ് നമ്മൾ പിന്നീട് നെയ്വിളക്ക് അവിടെ തെളിയിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച ആ ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ആ വഴിപാടുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങൾ നെയ്വിളക്ക് അവിടെ തെളിയിച്ച് പ്രാർത്ഥിക്കണം. മൂന്നാമത് പാൽപ്പായസമാണ് കേട്ടോ. അപ്പോൾ വനമാല, ഉണ്ടമാല, നെയ്വിളക്ക്, പാൽപ്പായസം, ഈ 3 വഴിപാടുകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൊതുവായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ആരാണോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് ആ നേർച്ച നേർന്നത് അവർ തന്നെ വേണം ഈ വഴിപാട് ഇവിടെ വന്ന് നടത്താനായിട്ട്. അപ്പോൾ
ഉറപ്പായിട്ടും ഫലം തരുന്ന ഒരു വഴിപാടാണ് ഞാനീ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ആഗ്രഹമാണ് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും ആ ആഗ്രഹം ഭഗവാൻ 100% നിറവേറ്റി തരുന്നതാണ്. കാരണം നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന അതുപോലെ നമ്മുടെ വിശ്വാസവും ഭഗവാന് ഏറ്റവും താല്പര്യമുള്ള ഒന്നാണ്. നമ്മളിൽ നിന്ന് ഭഗവാൻ പ്രതീക്ഷിക്കുന്നത് എന്താ? എപ്പോഴും സ്നേഹവും ഭക്തിയും വിശ്വാസവുമാണ് മാത്രമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും ഭഗവാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്ന വഴിപാടുകളൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും. അതെല്ലാം നമുക്ക് ഫലങ്ങൾ ലഭിക്കും എന്ന് നമുക്കറിയാം. നിങ്ങൾ മറക്കാതെ ഇതൊന്ന് ചെയ്ത് നോക്കുക. ജീവിതത്തിൽ എത്രയോ ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാവും, എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ എത്രയോ വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. എങ്കിലും ഇതുവരെയും നിറവേറ്റി കിട്ടാത്ത ഒരു ആഗ്രഹമാണെങ്കിൽ പോലും ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഒരു അവസരം വരുന്ന എന്ന ഒരു പൂർവ്വവിശ്വാസത്തോടു കൂടി, ഈ ഒരു ചിന്താഗതിയോടു കൂടി തന്നെ ഈ ഒരു നേർച്ച നേരാവുന്നതാണ്. വ്യാഴാഴ്ച ദിവസമോ ഏകാദശി ദിവസമോ രാവിലെ കുളി കഴിഞ്ഞ് വീട്ടിലൊക്കെ ദീപമൊക്കെ തെളിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഈ ഒരു നേർച്ച നേരുന്നത്. നമ്മൾ പിന്നെ ഇത് പ്രാർത്ഥിച്ച കാര്യത്തെക്കുറിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഓർത്തിട്ട് അയ്യോ അത് നടന്നില്ലല്ലോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മളെ സംരക്ഷിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഭഗവാൻ അത് ഭംഗിയായിട്ടൊക്കെ നടത്തിത്തരാം. ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ഉറപ്പായിട്ടും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന നിറവേറ്റി തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നീ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത തവണയും നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.